കുട്ടികൾ സാധാരണയായി കാണുന്ന ഹോർമോൺ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സാധാരണയായി കുട്ടികളിൽ കാണുന്ന ഹോർമോൺ പ്രോബ്ലംസ് ഉയരക്കുറവ്, ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഉയരക്കുറവ് അഥവാ ഷോർട്ട് സ്റ്റേച്ചർ, പിന്നെ തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങൾ. അതായത് നമുക്ക് നവജാത ശിശു മുതൽ ഏത് പ്രായത്തിലും ഉണ്ടാകാവുന്ന തൈറോയ്ഡ് ഹോർമോണിൻ്റെ അഭാവമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്, ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. പിന്നെ ഡയബറ്റിസ്, ടൈപ്പ് 1 ഡയബറ്റിസും ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റിസും ഉണ്ട്. ടൈപ്പ് 1 ഡയബറ്റിസ് ആണ് കുട്ടികൾ സാധാരണ കാണുന്നത്. ഇൻസുലിൻ ചികിത്സ ആവശ്യം വരുന്ന ഒരു സിറ്റുവേഷനാണത്. ടൈപ്പ് 2 ആണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം അമിതവണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ടൈപ്പ് 2 പ്രമേഹ രോഗം ഒരു അഡോളസെൻ്റ് ഏജിൽ കൗമാരപ്രായക്കാരിൽ ഒരുപാട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതുണ്ട്. പിന്നെ ലൈംഗിക വികാസം സംബന്ധിച്ച് പിബോട്ടൽ ഡിസോർഡേഴ്സ്, ഇപ്പോൾ ആൺകുട്ടികളിലായാലും പെൺകുട്ടികളിലായാലും അവരുടെ ലൈംഗിക വികാസം നടക്കേണ്ട പ്രായത്തിൽ, ശരിയായ പ്രായത്തിൽ നടക്കാതെ വരിക, അല്ലെങ്കിൽ നേരത്തെ വികാസം സംഭവിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ. പിന്നെ പെൺകുട്ടികളിൽ ആർത്തവ സംബന്ധമായ പ്രോബ്ലംസ്, ഹെർസ്യൂട്ടിസം, മുഖത്തും ശരീരത്തിലും ഉണ്ടാകുന്ന അമിതമായ രോമ വളർച്ച, PCOD, പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് തുടങ്ങിയവയാണ് സാധാരണയായി നമ്മൾ OP യിൽ കാണുന്ന ഹോർമോൺ തകരാറുകൾ.